ഗായ്സ് ഞാൻ ഗെയിമൊക്കെ തുടങ്ങിയാണ്. എൻ്റെ ചെങ്ങായിൻ്റെയും ബ്രദറിൻ്റെ ഒപ്പമാണ് തുടങ്ങിയത്. ഫസ്റ്റത്തെ ഒരു അരമണിക്കൂർ, കാരണം അപ്പോൾ കോൾ ചെയ്താൽ കളിച്ചിരുന്നു ഗൈസ്. അപ്പം മാത്രം എൻ്റെ റെക്കോർഡിൻ്റെ സൗണ്ട് ഫുള്ള് പോയി ഗൈസ്. സൗണ്ടേ ഇല്ല, ഗെയിമിൻ്റെ ഇല്ല, ഞാൻ പറയണതുമില്ല, ഓൻ പറയണതുമില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ മൂന്ന് മിനിറ്റ് ആക്കി. ഇത് 3ൻ്റെ സ്പീഡ് കൂട്ടാണ് ഗൈസ്. അവരൊന്ന് വെയിറ്റ് ചെയ്യണ്ട ഗൈസ്. അത്രയും നേരം ഞങ്ങളൊന്ന് സ്പീഡ് ഇനി അധികം കൂട്ടായില്ല, ഇത്രേ കൂട്ടായുള്ളൂ. അരമണിക്കൂറാണ് 3 മിനിറ്റായി കുറച്ച്. അപ്പോൾ ഇതൊന്ന് ക്ഷമിക്കണം ഗൈസ്. Hey. It was strong. ഈ മരം മഴയാണ്, അതാണ് അതിൻ്റെ ഏറ്റവും പോയത്. മഴത്തൊരു മരം മുറിക്കാൻ എഴുതാം. കിഡ് എടാ ഓനവിടെ ചുവട്ടെ. ചേട്ടക്കൂടെ തിന്നണങ്ങി. ഫുഡുണ്ടാവുക ബേസ് ഫുഡില്ല. ഫുഡ് കിട്ടി.
ഗൈസ് അപ്പോൾ ഫുഡ് ഇടുന്ന ഗൈസ്. ഇട്ടോ അയ്യോ സ്റ്റാർവി ഇപ്പോൾ പാടായനെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഇപ്പോഴുള്ള ഹെൽത്തുകൾ തീർന്നേനെ. ഫുഡൊക്കെ ഏതോ വഴി പോയി. തേർഡ് കിഡ് ഗോ. അയ്യോ ഇവിടെ നിന്ന് കാണാമല്ലോ മോനെ. റാബിറ്റ് ഫുഡ് കിട്ടിയിട്ട് കാര്യമില്ല. മഴയൊന്നും അറിയില്ല. ഗൈസ് കോട്ടിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ വേമി ഈ ഫുണ്ടനുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഈവണ്ടെങ്കിൽ പണിയാണ്. കഴിഞ്ഞോ ഗൈസിൻ്റെ ബ്രദർ എല്ലാത്തിനും കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഉപകാരം എന്താ വെച്ചാൽ നമുക്ക് നമ്മളെ ഫുഡ് തീരണേ അപ്പം തന്നെ അങ്ങനെ നിറയ്ക്കാം. എടാ ഡിയർ താവിന് പിന്നെ ഓടിക്കോ. ഇവന് ലൈറ്റ് വഴിയാണ് ബേസ് ഇങ്ങോട്ട് വരെ വരുമ്പോൾ. ഓക്കെ അവൻ പോകുന്നു. വില്ലിൻ്റെ COM കം ഐ വിൽ കം. എൻ്റെ സ്റ്റൂ കാണാനില്ല. കണ്ടോ ക്രോപ്പ് ഉണ്ടാകണ്ടോ കുറച്ച്. സോറി കുഴപ്പമില്ല. ടൈപ്പ് മതി. ഞാനും കൂടി അവനെ സഹായിക്കാൻ പോട്ടെ. The deer is hungry tonight. Bro. Come back on that camera. നമുക്ക് കോർട്ടിസ്റ്റിനെ ഫുള്ളും കൊടുത്തിട്ട് ദ ഡിയർ ഈസ് ഹംഗ്രി ടു പറഞ്ഞാൽ കുറച്ച് അധികം പണി കിട്ടുന്ന കാര്യമായിട്ട് ഗൈസ്. കാര്യം എന്താ വെച്ചാൽ ദ ഡിയർ ആ ഡിയർ ഇല്ലേ ആ ഡിയർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓന് കുറച്ചധികം പവർ കൂടും. അപ്പം നമ്മളെ വലിച്ച് കയറാനും സ്പീഡും കൂടും. നേരത്തെ കണ്ട പോലെ ആവുമല്ലോ ഓൻ്റെ രൂപം. ചുവപ്പ് കളർ കണ്ണൊക്കെ വരും. നമുക്ക് മരം ആവശ്യമായതുകൊണ്ട് മരം വെട്ടിയിടാം. മരമാണ് ആവശ്യം. മരം എന്താ ഗൈസ് ഉണ്ടോ? ഇതാണ് പറഞ്ഞത് ഫുഡിൻ്റെ ഉപകാരം. കഴിയുന്നതും മരം വെട്ടണം. ഗൈസിൻ്റെ ബ്രദറിനും ഐസാക്സ് ഇടുന്നു ഗൈസ്. കാണുന്ന മരക്കട് വിട്ട് തന്നെ മരമൊന്നും നമ്മളെ നോക്കണ്ട. ഇനിയുണ്ട്
മരണത്തിന് നടക്കില്ല. 2 മരം എടുക്കട്ടെ, നമുക്കിതൊന്ന് തുറന്നതിന് ശേഷം അത് കൊടുക്കാൻ പോവാം. ഫയർ ലെവൽ 6 ആക്കാം ടൈസ്. നമുക്ക് ഡയമണ്ട് കിട്ടി, ഡയമണ്ട് അത്ര എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ബേസ് പോട്ടെ. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ദ ഡിയർ ഈസ് ഹംഗ്രി ടു നൈറ്റ്. ഗൈസ് നമ്മളൊരു ഫുൾ സാക്ക് ഓഫ് വുഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അയ്യോ, 1 പ്ലസ് സ്റ്റാർട്ട് ചെയ്യും. അത്രയും എന്തൊക്കെയായിട്ടുള്ളൂ. മഴ പെയ്യുന്ന അതിൻ്റെ ഇടയിൽ കൂടെ. നമുക്ക് ഫുഡ് ഇവനെ വെച്ചുണ്ടാക്കാം. മുയൽ കറി വളരെ ക്യാരറ്റ് ഉണ്ടായിരുന്നല്ലോ. ക്യാരറ്റും കിട്ടി. നൈസ്. 1 മോർ. ഡിയർ ഓനെ വലിച്ചു കീറി. ഇതാണ് ഞാൻ പറഞ്ഞ ഡിയർ ഈ ഹംഗ്രി ടു നൈറ്റ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ കണ്ണുണ്ട് ഗൈസ്. അതാ പറഞ്ഞ ചോപ്ലർ. ഗൈസ് വരട്ടെ. ബ്രോ ഓൻ രക്ഷപ്പെട്ടത് എങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ പടായ നൈസ്. അതാണ് നൈസ്. ഈ ഡിയർ വന്നാൽ നൈറ്റ് ഈസ് ടു ഡേഞ്ചറസ്. ടോർച്ചിട്ട് അവനെ കുറച്ച് പ്രതിരോധിച്ച് നിൽക്കുക. പക്ഷെ ഞാൻ എടുക്കാത്താരും എൻ്റെ ഗെയിം അവിടെ ലേഖവും. പിന്നെ ഓൻ ഇന്നെ വലിച്ച് കയറും വിക്കി മുട്ടിക്കും അത്ര തന്നെ. അതറിയണേ ഫുഡ് എനിക്കും വേണം. ഒന്ന് ഫുഡ് തന്നെ വേണം. അപ്ഗ്രേഡ് ആക്കിയില്ല ബെഞ്ച്. മറ്റിതിലെന്താ ഇനി വാങ്ങുന്നത്? അതാ എനിക്കും വേണം ഫുഡ്. 1 മോർ ഫുഡ് നീഡ്. പോയി വല്ലതിന് തല്ലി കൊല്ലട്ടെ. തവള എന്നാ തവള ചാവ്. അപ്പോൾ വേഗം പോയില്ലല്ലോ നീട്ട്. കൈസ് 32 ദിവസമായിട്ടോ. 5 മൾട്ടിപ്ലെയർ ആണ്. നെക്സ്റ്റ് കിഡ്. അടാ ഫുഡ് അടയാ. ഇപ്പം ചാവും. കൊനെ രക്ഷിക്കാൻ പോറ സാധനം. എന്താ നെറ്റ് പോയോ എൻ്റെ? കമ്മിയോ? എന്തേ? കണ്ടു. ഓട്. പച്ചാകും ബാക്കിൽ ആൽഫ ഓഫ്. ലെവൽ 5 നമ്മൾ ലെവൽ 5 ആണ് കേട്ടോ. അടുത്ത കിട്ട് നശിക്കാൻ. ഇപ്പം ചാവും തോന്നേ. ഓ
ഗൈസ് ലെവൽ 5 ആക്കിയാൽ ഇനി അടുത്ത കിഡിനെ റെസ്ക്യൂ ചെയ്യാനുള്ളൂ. ഇൻവെന്ററി ഫുള്ളാണ്. ഞാൻ അതൊന്ന് ബേസ് കൊണ്ട് തട്ടിയിട്ട് വരാം. ലാഗായല്ലോ. ബേസ് പോട്ടെ. COM കം. നമ്മൾ 8 ചെയ്ത് നൈസ്. ഗൈസ് നമുക്ക് ഇതൊക്കെ പാടെ കൂടെ കൊണ്ടുപോയിട്ടാ. കുറേ ഫുഡാണ്. കുറച്ചുകൂടി മരം വെട്ടണമല്ലോ. ഇനി അടുത്തൊന്നും മരമില്ല. നോണിവിടെ ബേസ് കണ്ടില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോൾ പടാവും. അത് കൈ പിടിക്കാൻ നല്ലത് എന്താ പറയുക ഗൈസ്, ഇത് നമ്മൾ ഇതിൽ കൊണ്ടുവരാം. ഇവിടെ ഒന്നും തിന്നു. ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ ഇപ്പോൾ ഡിയർ നല്ല കുഴപ്പമൊന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ആണോ ഉദ്ദേശിച്ചത്? നോട്ട് ഇനഫ് ഫുഡ്. വുഡ് കളിക്കുകയാണെങ്കിൽ ഈ മരം വലുതാവണം. രാവിലെ ഗൈസ് നമുക്ക് കളക്ട് വുഡ്. ഇതാണ് നമ്മളെ പണിഞ്ഞത്. ആടാ ഒരുമാതിരി മറ്റൊരു പരിപാടി നോക്കിയാണ്. അപ്പം തന്നെ അവർക്ക് ഇവൻ്റ് ഉണ്ടാക്കണമായിരുന്നു. ഗൈസ് ഇനി എന്താ കുഴപ്പം പറയാം, മരക്കട് വെറ്റാവും. വെറ്റായ പിന്നെ ഫയറിടാനും കഴിയൂല. ഗൈസ് നല്ല രീതിക്കുള്ള ലാഗ് ഉള്ളത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് മരം വെറ്റാവുന്നില്ല, മരവും കിട്ടുന്നില്ല. അത് ചെറുതായിട്ട് മൂഞ്ചി നൈസ്. ക്യൂൾട്ടിസ്റ്റ് വരുന്നതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ക്യൂൾട്ടിസ്റ്റ് ഒന്നും എന്ത് ചെയ്യും? ഓടും. കാരണം ഈ വട്ടം കുറച്ച് ജോലി ശക്തി ഉണ്ടായിരിക്കും അവർക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ 3-1 കിടക്കണം. ബേസിക് കൊണ്ടുപോയിട്ടില്ല, അതൊക്കെ ഫുള്ള്. ഫുള്ള് സ്നോ ആയപ്പോൾ അനങ്ങൾ തന്നെ സ്ലോ ആയിട്ടാണ്. ഫുള്ള് സ്നോ ആയി. 51. നമുക്കൊരു സ്റ്റുഡിയോ ഉണ്ടാക്കാം. നമുക്ക് നന്നായിട്ട് കേൾക്കാൻ കഴിയും. മരം ഇതിനും കൂടി കുറച്ച് ഉണ്ടായിരുന്നല്ലേ. 30 വുഡാണ്. 30 വുഡ് വേണം ഗൈസ്. 15 വുഡ്. 15 വുഡ്. എടാ വുഡ് കാണാലോടാ. പതിനഞ്ച് തൊട്ട് 15. ഇവർ മരത്തുമ്പോൾ 3 തൊട്ട് 15 ആണെങ്കിൽ എത്ര മരം വേണം? അയ്യോ
അവന് അറ്റാക്ക് വരും. 8 സെക്കൻഡ് കൂടി ഇതുകൂടി ഉണ്ടെങ്കിൽ ക്രാഫ്റ്റിംഗ് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യാൻ ഗൈസ്. കോൾ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ്. പണി കിട്ടും എന്നുള്ള കാര്യത്തിന് ഉറപ്പാണ്. അയ്യോ 29 എൻ്റെ ഒരു വുഡ് കാണാനില്ല, ഒറ്റ വുഡ് കാണാനില്ല. എൻ്റെ നല്ല കപ്പണമൊന്നും ഇല്ല ഗൈസ്. എൻ്റെ ഉള്ള ആമ തീർന്ന് ഗൈസ്. നമ്മളിനി മൂഞ്ചു. ഗൈസ് നമ്മൾ ചത്ത് പോയി. റസാനും ചത്ത്. നമ്മളെ റിവൈവ് ആക്കിയിട്ടുണ്ട് ഗൈസ്. റസാനെ റിവൈവ് ആക്കട്ടെ, അല്ലെങ്കിൽ പണി കിട്ടും. ഓനെ റിവൈവ് ആക്കിയാൽ ഓൻ്റെ റേ ഗണ്ണുണ്ട്. നോ ഇനി ബേസത്തെ ആൾക്കാരോട് കൊന്നാൽ മതി. എൻ്റെ ഒരു മെഡിക്കറ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ, എടുത്തില്ല. എൻ്റെ മെഡിക്കറ്റ് ആണല്ല. ആ ഷീൽഡ് ഉണ്ടല്ലോ അല്ലേ, ഇടിച്ചോടാ. ഒരൊറ്റ ഓടി കിട്ടണം ഗൈസ്. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ബെഞ്ച് അപ്ഗ്രേഡ് ചെയ്യാം. കുറേ എൻ്റെ ബ്രദറൊക്കെ പാടെ സാപ്ലിങ് കുഴിച്ചിട്ടുണ്ട്. നല്ല ഉപകാരമാണ് അവിടെ. ഇതൊക്കെ അവിടെ വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ മോശമെടുക്കാം, എത്ര വേണമെങ്കിലും മോശമെടുക്കാം. ഇത്രയേ ഉള്ളൂ, ബാക്കി വലുതായില്ലേ സാധനം. ഒരു മരം പിസാണ്ട് ഒരു കുഴപ്പമുണ്ട്. പക്ഷേ അവിടെ പണിക്കാഴ്ച അപ്പം അവിടെ വന്നത് ഈ കടീൻ്റെ എന്നിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ട് അവിടെ ജസ്റ്റ് അടി ഗൈസ്. നമുക്ക് ഏമോ കിട്ടിയിട്ടുണ്ട്. ഏമോ കിട്ടിയിട്ടുണ്ട്. ഗൈസ് അടുത്ത മെഡിക്കൽ പട്ടണം കുടുങ്ങി ബാക്കിൽ നിന്ന് ഓരിയുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ കാണുന്ന പട്ടിയല്ല, ഓറഞ്ച് പട്ടി. റിയൽ പട്ടിയോടെ എൻ്റെ ബാക്ക് ഓരോൻ്റെ ബാക്കിൽ നിന്ന് ഓരിയിട്ടുണ്ട്. ഞാൻ പട്ടികളെ പോലെ കൂടാൻ ബേസി കൊട്ടപ്പോൾ പണിയിട്ടു ഉറപ്പാണ്. കാരണം അടിയത്തെ സ്നോ ബാർ ഉണ്ട് ഗൈസ്, ഇപ്പോൾ സ്പീഡ് കുറയും. ജസ്റ്റ് മിസ് പൻ്റെ ഇത് വന്നു ഷോട്ട്. ആരോടും പറയണം, നമുക്ക് പോയി മെഡിക്കറ്റ് ഫുൾ എടുക്കാം. മെഡിക്കറ്റ് എടുക്കണം നമ്മുടെ ടീമേറ്റ്സ് റിവൈവ് ആണ്, അത് നിങ്ങൾ ഓർക്കണം. അതായത് ഞാൻ ഒറ്റക്കൂടി എടുക്കില്ല. ഫുഡുണ്ടോ?
ഫുഡ് 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 ഉണ്ടായിരുന്നെങ്കിൽ ഫുഡ് അവിടെ നോക്കാനാണ് നല്ലത്. ഞാൻ പോയി എടുക്കാതെ ഉണ്ടോ, ഞാൻ ഇപ്പോൾ ചാവും. ഒരു ഫുഡ് ഒന്നൊന്നും പോരാ. സ്റ്റൂ ഉണ്ടാക്കി 2-3 കുഴപ്പമെടുത്ത് ചുട്ട് തിന്നാം. അവിടെ അങ്ങോട്ട് അവിടെ താള തിരിച്ചാണത്. ബിയറിന് വരാൻ കണ്ട സമയം. ഫുഡൊന്നും ഇല്ലല്ലോ അവിടെ. ബാക്കിൽ കയറി സ്റ്റൂ ഉണ്ടാക്കിയിട്ട് ഫോട്ടോസ് അല്ലെങ്കിൽ പണി കിട്ടും. ഒന്ന് 2 നമുക്ക് ആദ്യം ഇത് ഫുള്ളാക്കാൻ ആദ്യം വേണ്ടത്. ഇത് എപ്പോഴും അതിനകത്ത് കാര്യം ഇതൊന്നുമില്ല. ഇനി ഉണ്ടാക്കും. ഞാൻ എവിടേക്കാണ് പോയി എന്നുള്ള കാര്യം മറന്നു. മൂളിക്കാന്നോ തോന്നണേ. അവിടെ നിന്നായിരിക്കും അങ്ങോട്ട് തന്നെ പോവാം. ഇനി ഉണ്ടാക്കും കുറച്ചൊക്കെ കുറേ നേരം. യു ആർ ഹംഗ്രീൻ്റെ അല്ല. എന്നിട്ട് നമ്മളധികം എക്സ്പ്ലോർ ചെയ്ത് കഴിച്ചു. ഇവിടെ നിന്ന് നല്ലൊരു അത്യാവശ്യം ഫ്യൂലുണ്ട്. ഞാൻ കഴിച്ചു ഒരു ഫ്യൂവലൊന്നുമില്ല, പക്ഷേ ലെതർ ബോഡിയൊക്കെ ഉണ്ടായി. അത് കിട്ടിയൊരു ഫ്യൂൽ കിട്ടി. കുറച്ച് മെറ്റല്, അതിൻ്റെ ഉള്ളതൊരു ഫ്യൂവല് കിട്ടി. ഒരു 2 ഫ്യൂവൽ കിട്ടിയിട്ടുള്ളൂ. 2 ഫ്യൂലൊന്നും ആവില്ല. ഒരു ജസ്റ്റ് ഉണ്ട്, പിന്നെ ഒരു പട്ടിയുണ്ട്. പട്ടി പിന്നെ ഓടിക്കുന്നുണ്ട്. 1 2 3 ഓടിക്കുന്നുണ്ട്. ഇതോടെ അൽഫോഫ് ഉണ്ട്, അതും പിന്നെ ഓടിക്കും. ഞാൻ ഓടി തള്ളും. താവളമാക്കി. കുഴപ്പമില്ല. അതവിടെ ഒരു ഐസിൻ്റെ ഒരു ജസ്റ്റ് കാണുന്നുണ്ട്. ഐസ് അതും കൂടി എടുത്തിട്ട് പോവാം. സമയമുണ്ടല്ലോ. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ കയറട്ടെ ഐസ്. അവിടെ കയറണം. അടുത്ത് നമുക്ക് എന്ത് കിട്ടും കഴിക്കില്ല. ഐസിന് നല്ല നല്ല സാധനം കിട്ടണേ. ആക്സെപ്റ്റേ നല്ല നല്ല സാധനം കിട്ടണേ. 2 ആക്സെന്റ് കിട്ടുന്ന പാക്കാണ് കിട്ടി. ബേസിക് കണ്ടിട്ട് ഇപ്പോൾ ഡിയർ വരും. പറഞ്ഞാൽ ഇപ്പോൾ ഡിയർ വരും. ഓടപ്പയ്ക്ക് എന്തൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ വീട്ടിൽ ശരി. ഇവൻ എന്തിനാ സ്ക്രാപ്പ് വെറുതെ വേസ്റ്റാക്കി.
കൊറിയർ റേഡിയോ ഫാൻ കോൺസ് ഇതുണ്ടാക്കിയതാണ് ഇഷ്ടംമാര് വേണം. ഇത് വേഗം നോക്കിരട്ടെ. 21 21 ഫാസ്റ്റ്. എടാ അപ്പോൾ ഡീറ് വരലടാ, ഒരൊറ്റ മര പറ്റിയടാ. രക്ഷകൻ അവാർഡ് 2 ഡയമണ്ട്സോ? എന്തിന്? ഞങ്ങളൊന്നും അതിന് കേടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഡയമണ്ട് കിട്ടി? ആ കിട്ടിയല്ലേ മിണ്ടണ്ട. പോകും ചെറുപ്പം. അത് മാറിക്കളാം. ബേസ് പോയിട്ട് ക്രാഫ്റ്റ് ആയിട്ടത് അവിടെ ക്രാഫ്റ്റ് ചെയ്താലുണ്ടല്ലോ മോനെ. ഇവിടെ ഇങ്ങനെ സാധനം എവിടേക്ക് വെക്കണം? ഓയിൽ ടാപ്പ് ഉണ്ടാക്കിയാലോ? ഇനി വരും. ആ ഡോർ കണ്ടില്ലേ? ആ ഡോർ കൂടെ വെക്കാനാണ് ചളി. ഇതിൻ്റെ കാര്യം ഇപ്പോൾ തൽക്കാലത്ത് വയ്ക്കണ്ട. നമുക്ക് ഇനി വേണ്ടത് നമ്മളെ കഴിഞ്ഞാൽ ഈ ഫുഡൊക്കെ വെട്ടിയിടാം. ഫുഡ് കിട്ടണ കാരണം പാകമുള്ളത് ഐസ്ലാൻഡ് നടപ്പ് സ്നോ ഭയം അവിടെ പോയിട്ട് എടുക്കാം. ഗൈസ് ഈ വീഡിയോ കുറച്ച് അധികം ലോങ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. എന്തേ ഓൻ്റെ കൊണ്ടെടുത്തോ? അവൻ്റെ ഇല്ല. ആ അവിടെ ഒരു ഫ്യൂൽ ഉണ്ട്, അങ്ങനെ എനിക്ക് കൊടുക്കണം ഗൈസ്. ഓടിക്കോ. ഇനി ആ ഓയിൽ ബാരൽ വർക്ക് ചെയ്താൽ മതിയായിരുന്നു ഗൈസ്. അത്രയും ഫ്യൂലും വുഡ് കൊടുത്തിട്ട് വാങ്ങിയാണ്. കുറേ നേരം പൊരിക്കുന്നത്. ഈ ഡോറിലപ്പോൾ ചാടുമ്പോൾ പോറൊക്കെ മറ്റേ വഴിയുണ്ടോ? ദൂരണ്ടോട് പോകാൻ കുഴപ്പം. മരം ഇവിടെ അടുത്തൊന്നുമില്ല ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ കട്ടായുള്ളൂ. രാവിലെ കട്ടായില്ല. ഗുഡ് ആക്സ് കിട്ടണമെങ്കിൽ ലെവൽ 5 അങ്ങനെ എത്തിക്കണം. ഗൈസ് ആ മരം വെട്ടാൻ പോയപ്പോൾ തന്നെ വീഡിയോ റെക്കോർഡർ ഓഫായും ചെയ്ത് എൻ്റെ ഗെയിം ഓഫായി പോയി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഗൈസ്.